ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം കുറച്ച് അച്ചാറിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ നീക്കി വെച്ചു. അതിനായിട്ട് കുറച്ച് നാൾ മുമ്പ് ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങ നന്നായി ഉപ്പ് പിടിച്ച് സെറ്റായിട്ടുണ്ട്. അതിന് വേണ്ടത് വിനീഗർ, കായം, ഉലുവ വറുത്ത് പൊടിച്ചത്, കടുക് വറുത്ത് പൊടിച്ചത്, അതുപോലെ ചില്ലി ഫ്ലേക്സ്, അതുപോലെ കശ്മീരി മുളക് പൊടി. ഈ വക എല്ലാ സാധനങ്ങളും റെഡിയാക്കിയതിന് ശേഷം കുപ്പിയിലിരുന്ന കണ്ണിമാങ്ങ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടു. നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊന്നും ഇനി ഇടേണ്ടി വരില്ല. അതിന് ശേഷം അതിനകത്തേക്ക് ഈ വകയുള്ള പൊടികളൊക്കെ നന്നായി ചേർത്ത്, കൈ കൊണ്ടൊരിക്കലും കുഴക്കാൻ പാടില്ല. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് അതേ സമയത്ത് തന്നെ വലിയൊരു ചീനച്ചട്ടിയിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്ന് പറയുന്നത് ചൂടാക്കി അതിനകത്ത് കുറച്ച് കടുകും ഇട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് ഈ മിക്സൊക്കെ നന്നായി ഒന്ന് മാങ്ങയ്ക്ക് നന്നായി പിടിക്കുന്ന രീതിയിലൊന്ന് പുരട്ടിയെടുത്ത് വെച്ചു. അതിന് കടുകും ഉലുവപ്പൊടിയൊക്കെ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് കാലത്തേക്കത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് എടുത്ത് തീർക്കാനല്ല. കുറച്ച് നാളുകൾക്ക് അത് വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഭംഗിയായി മിക്സ് ചെയ്തു. ഉപ്പൊക്കെ ഒന്ന് നോക്കി, എല്ലാം ആവശ്യത്തിനുണ്ട്. എരിവ്, കടുക്, ഉലുവയുടെ ചുവയൊക്കെ കുറച്ച് മുന്നിലേക്കാണ് നിൽക്കുന്നത്. കാരണം 2 ദിവസം കഴിഞ്ഞ് പാകമാകുമ്പോൾ അതൊന്ന് ശരിയായി വരും. ഏതായാലും നന്നായി മിക്സ് ചെയ്ത് എള്ളെണ്ണയിൽ താളിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഭരണിയിലേക്ക് നിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭരണിയിലേക്ക് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി നിങ്ങൾക്കും ട്രൈ ചെയ്യാം.